ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹത. സ്റ്റേജ് ഷോകളിലൂടെ വേടന് ലക്ഷങ്ങളായിരുന്നു വരുമാനം. സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കുറഞ്ഞ കാലത്തിനുള്ളിൽ റാപ്പ് സംഗീതത്തിലൂടെ ലക്ഷങ്ങളായിരുന്നു സമ്പാദിച്ചത്. ഇതിനൊപ്പം മറ്റു മാർഗങ്ങളിലൂടെയും സ്ഥാപിത താല്പര്യങ്ങളുള്ള ഗ്രൂപ്പുകളിലൂടെയും വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് പണം എത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. നേരത്തെ വേടന്റെ ഫ്ളാറ്റിലെ പരിശോധനയിൽ 9.5 ലക്ഷം രൂപ കണ്ടെടുത്തിരുന്നു. സ്റ്റേജ് പ്രോഗ്രാമിലൂടെ ലഭിച്ച പണമാണെന്നും ബാങ്കിലേക്ക് മാറ്റിയിടാനിരിക്കുകയായിരുന്നുവെന്നുമാണ് വേടൻ മൊഴി നൽകിയത്. എന്നാൽ ഓൺലൈൻ ഇടപാടുകളിലൂടെയല്ലാതെയും അക്കൗണ്ടിലേക്ക് കൈമാറിയാതെയും ഇത്രയും തുക കറൻസിയായി സംഘാടകർ നൽകിയെന്നത് വിശ്വാസയോഗ്യമല്ല. ഇത്തരത്തിൽ എവിടെ നിന്നെല്ലാം വേടന് പണം എത്തിയിരുന്നെന്നും സാമ്പത്തിക സ്രോതസ്സുകളും കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഇത് സംബന്ധിച്ച് ആദായനീതി വകുപ്പോ മറ്റ് ഏജൻസികളോ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. വേടനെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവ ഡോക്ടറിൽ നിന്നും 2021 ഡിസംബർ മുതൽ പല കാരണങ്ങൾ പറഞ്ഞ് പണം കൈപ്പറ്റിയിരുന്നു. ഈ പണമിടപാടുകളും അക്കൗണ്ട് വിവരങ്ങളും അതിജീവിത കൈമാറിയിട്ടുണ്ട്. ജനം, കൊച്ചി.